അതെ, അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. ബി ജെ പിയുടെ ഈ മതേതരത്വത്തിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല. അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളടക്കമുള്ള അവിടുത്തെ മിഷണറി പ്രവർത്തകർക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ്. അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഇതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ വേറൊരു കാര്യം തങ്ങൾക്ക് പറയാനുണ്ട്. നമ്മളെ ഡൽഹി ഓഫീസിൻ്റെ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്താൽ തങ്ങൾ അതൊന്ന് പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം ഖായിദ് മില്ലത്ത് സെൻറ്റർ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനത്തിൽ. പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റിവെച്ചതാണ്. അപ്പോൾ ഓഗസ്റ്റ് 24-ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിനിപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ അത് തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നതാണ്. ഓഗസ്റ്റ് 24-ന് 3 മണിക്ക് ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ പൊതുപരിപാടി വെച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ചൂരൽമല ഒരു ആണ്ട് അപ്പോൾ സാഹചര്യം ഇപ്പോഴും പലരും പുറത്താണ്, അല്പം വീടെടുത്തില്ല. മുസ്ലിം ലീഗ് അടക്കം അതിന് വീടെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് അവിടെ 105 വീടുകൾ എടുത്തു കൊടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം എടുപ്പ് കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനിയിപ്പോൾ മഴ ഏതാണ്ട് വിട്ടുനിന്നല്ലോ. ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കും.